ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് ഒക്ടോബർ 6-ന് മഞ്ചേരിയിൽ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അൻവർ ഇന്ന് നിലമ്പൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യ ലക്ഷ്യം. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോട് യോജിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. യുവാക്കൾ 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. നേരത്തെ ജനങ്ങൾ പാർട്ടി ഉണ്ടാക്കിയാൽ താൻ അതിൽ ചേരുമെന്നായിരുന്നു അൻവറിന്റെ നിലപാട്. തനിക്കനുകൂലമായി CPM അണികളിലുള്ള വികാരം ആറിത്തണുക്കും മുമ്പേ അത് ഉപയോഗപ്പെടുത്തുകയാണ് അൻവറിന്റെ ലക്ഷ്യം. CPM അണികളാണ് പ്രതീക്ഷയെങ്കിലും UDF-ലെ അതൃപ്തിയെയും അൻവർ നോട്ടമിടുന്നുണ്ട്. അൻവറിന് ആളെ കൂട്ടാനാകില്ല എന്ന് K. സുധാകരനും UDF വിഷയം ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. കോൺഗ്രസിനൊന്നും ക്ഷീണം ചെയ്യാൻ പോകുന്നില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും രാഷ്ട്രീയപരമായി ദൃഢതയുള്ളവരാണ്. അവരൊന്നും ആരും കാറ്റ് കണ്ടാൽ ആടുന്നവരല്ല. അതുകൊണ്ട് അവരിവിടെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം, അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിന് പുറത്തും മത്സരിക്കുമെന്നാണ് അൻവറിന്റെ മുന്നറിയിപ്പ്. ദുർബലമായ ഭൂരിപക്ഷമുള്ള മലപ്പുറത്തെ ചില പഞ്ചായത്തുകളിൽ ഭരണം മറിച്ചിടാനും മറ്റു ജില്ലകളിൽ അതൃപ്തരെ മത്സരരംഗത്തിറക്കാനും അൻവറിനായേക്കും. മത്സരത്തിനുള്ള സാമ്പത്തിക സാഹചര്യം അടക്കം ഒരുക്കാനാണ് അൻവറിന്റെ നീക്കം. UDF-മായി നീക്കുപോക്കിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയാൽ അത് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-മായി വിലപേശാനാകും. UDF-ലെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുന്നതിനേക്കാൾ സാധ്യത സ്വന്തം പാർട്ടിയുണ്ടാക്കി വിലപേശുന്നതാണ് എന്ന വിലയിരുത്തലാണ് അൻവറിനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്, മലപ്പുറം.